ഇലഞ്ഞി ആലപുരം ജംഗ്ഷനിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ഉടനടി മുറിച്ചുമാറ്റുവാൻ തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ. അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് സ്കൂൾ അധികൃതരും പൊതുജനങ്ങളും ദീർഘകാലമായി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഇലഞ്ഞി ആലപുരം ജംഗ്ഷനിൽ അപകട ഭീഷണിയായ മരങ്ങൾ ഉടനടി മുറിച്ചു മാറ്റുവാൻ തീരുമാനിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ അറിയിച്ചു. റോഡിലേക്ക് അപകടകരമായി ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് സ്കൂൾ അധികൃതരും പൊതുജനങ്ങളും ദീർഘകാലമായി ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി കൂടുകയും മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ആലപുരം ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡിനും ഓട്ടോറിക്ഷ സ്റ്റാൻഡിനും സ്കൂളിനും ആരാധനാലയത്തിനും ഭീഷണിയായി നിൽക്കുന്ന 4 പാഴ്മരങ്ങളാണ് മുറിച്ചു മാറ്റുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റിലും മഴയിലും സ്കൂളിന്റെ മതിലിലേക്ക് ചെരിഞ്ഞതിനെ തുടർന്ന് മതിൽ തകർന്നിരുന്നു. ഇതിനോട് ചേർന്നുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനും കേടുപാടുകൾ സംഭവിക്കുകയുമുണ്ടായി. സ്കൂൾ കവാടത്തിൽ നിൽക്കുന്ന 2 മരങ്ങളും അതോടൊപ്പം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വൻമരവും യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതുവഴി പോകുന്ന ഇലക്ട്രിക് ലൈനുകൾക്കും മരങ്ങൾ മറിഞ്ഞു വീണാൽ വലിയ നാശനഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. പൊതുജനങ്ങളുടെ സ്വത്തിനും യാത്രക്കാരുടെയും കുട്ടികളുടെയും ജീവനും ഭീഷണിയായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയശ്രീ സനൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തിന്റെ അടിയന്തര യോഗം പഞ്ചായത്ത് ഹാളിൽ ചേർന്നത്. അടുത്ത ദിവസങ്ങളിൽ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവൃത്തി ആരംഭിക്കുമെന്നും പോലീസ്, ഇലക്ട്രിസിറ്റി ബോർഡ് എന്നിവരുടെ സാന്നിധ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഒരു 3-4 മരങ്ങൾ അപകട ഭീഷണിയായിട്ട് നമ്മളുടെ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ മെമ്പറുടെ കത്തും അതുപോലെ ജനങ്ങളിൽ നിന്ന് പരാതിയും നമുക്ക് പഞ്ചായത്തിന് ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അടിയന്തരമായിട്ട് ട്രീ കമ്മിറ്റി കൂടുകയും ഫോറസ്റ്റിൽ നിന്ന് വാല്യുവേഷൻ ഇടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതെടുക്കുവാനായിട്ട് ഈ മരങ്ങൾ പാഴ്മരങ്ങളായതിനാൽ ഇത് എടുക്കുവാനായിട്ട് ആരും സന്നദ്ധമായില്ല ലേലം വിളിച്ചെങ്കിലും. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഈ മരം ചെറുതായിട്ട് ചായുന്നതായിട്ട് കണ്ടതുകൊണ്ട് മെമ്പറും സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് അടിയന്തര കമ്മിറ്റി കൂടുകയും നാളെ തന്നെ രാവിലെ ഒരു 9 മണിക്ക് ശേഷം ഈ മരം മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ KSEBയോടും പോലീസിൻ്റെയും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത് അടിയന്തര പ്രാധാന്യമുള്ളതായതുകൊണ്ടും ഇത് ജനങ്ങൾക്ക്, സ്കൂൾ കുട്ടികൾ, അതുപോലെ ഒത്തിരി അമ്പലത്തിലും അതുപോലെ വഴിനട യാത്രക്കാർ, ഓട്ടോറിക്ഷക്കാർ, അതുപോലെ ജനങ്ങളെല്ലാം ഒത്തിരി സഞ്ചരിക്കുന്ന വഴിയായതിനാൽ ഇത് എത്രയും വേഗം വെട്ടണമെന്നുള്ള ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് നാളെ രാവിലെ ഈ മരം മുറിക്കുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുണ്ട്. പൊതുഗതാഗത സംവിധാനത്തിന് ഭാഗികമായി മാത്രം തടസ്സം വരത്തക്ക രീതിയിലാണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നും പ്രീതി അനിൽ അറിയിച്ചു. ജനങ്ങളുടെയും നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സമീപത്തെ ഓട്ടോറിക്ഷക്കാരുടെയും സ്കൂൾ അധികൃതരുടെയും ക്ഷേത്ര ഭാരവാഹികളുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മോളി എബ്രഹാം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MP ജോസഫ്, ജോർജ് ചമ്പമല, ജയശ്രീ സനൽ, സുജിത സദൻ, സ്കൂൾ HM സിബി അഗസ്റ്റ്യൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി. സ്കൂളിന്റെ കോമ്പൗണ്ടിൽ നിന്നും ജനങ്ങളേറെ യാത്ര ചെയ്യുന്ന റോഡിലേക്ക് മറിഞ്ഞ് നിൽക്കുന്ന മരങ്ങളാണ് കാണുന്നത്. അതിൻ്റെ ശാഖോപശാഖകളെല്ലാം തന്നെ റോഡിലേക്കാണ് പൂർണ്ണമായി നിൽക്കുന്നത്. കഴിഞ്ഞ കാറ്റിൽ ആ മരം ഒന്നുകൂടി ചാഞ്ഞിരിക്കുന്നു, ഭിത്തി തകർത്ത് റോഡിലേക്ക് കുറച്ചുകൂടി അപകടകരമായി നിൽക്കുന്നത് രാത്രി തന്നെ ദൃഷ്ടിപ്പെട്ടു. മെമ്പർ അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ എത്തിച്ചിരുന്നു. പക്ഷേ വീണ് കിടക്കുന്ന മരമാണെങ്കിൽ മാത്രമേ അവർക്ക് മുറിച്ചു മാറ്റാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ ഞങ്ങൾ അടിയന്തരമായി വിവരം അറിയിച്ചു. അവരുടെ ഭാഗത്തുനിന്ന് വളരെ പെട്ടെന്ന് പ്രതികരണമുണ്ടായി. അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നാളെ രാവിലെ ഈ മരങ്ങളുടെ ശാഖകളും മരങ്ങളും മുറിച്ചു മാറ്റാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളുമാണ് ചെയ്തിട്ടുള്ളത്. തന്നെ എൻ്റെ ഈ സ്കൂള് നമ്മുടെ സർക്കാർ സ്കൂൾ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ മതിലിന് വേണ്ടത്ര പൊക്കമില്ല. റൂമുകളാണെങ്കിൽ തേക്കാത്ത മുറികളുണ്ട്. അതുപോലെ തന്നെ ഈ ജനലിന് പാളികളില്ല. മഴയും കാറ്റും ഇടിമിന്നലൊക്കെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് ഇരിക്കണമെങ്കിൽ അതിനൊരു സുരക്ഷിതമായ ജനലുകളൊന്നും ഇല്ലാത്തൊരു സ്കൂളാണിത്. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ മദ്യപിച്ച് ആളുകൾ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ കയറുകയും ഇവിടുന്ന് ചെടികളും മറ്റുള്ള സാധനങ്ങളും ചെടിച്ചട്ടികളും മറ്റുള്ള പുറത്ത് കിടക്കുന്ന വസ്തുക്കളും നഷ്ടപ്പെട്ടതായിട്ട് എന്നോട് സ്കൂൾ അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്കൂളിന്റെ ഈ പൊട്ടിപ്പോയ മതിലുകൾ പുനഃസ്ഥാപിക്കുന്നതിനും സ്കൂളിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തരുന്നതിനും കൂടി ഒരു ഇതുണ്ടാവണമെന്നും കൂടി ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്